Hello everyone. In this video, we just discuss about the short story Agni, which is written by Sithara S. We have to study it for Readings on Kerala, second semester, University of Calicut. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അഗ്നി എന്ന് പറയുന്ന സ്റ്റോറിയാണ്. സിതാര എസ് 1972 ജനിച്ചിട്ടുള്ള ഒരു റൈറ്ററാണ്. ഒരുപാട് അവാർഡ്സ് എല്ലാം നേടിയിട്ടുള്ള ഒരു റൈറ്ററാണ് സിതാര എസ്. എസ്പെഷ്യലി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. ഒരു ഫേമസ് ഫിഗറാണ് സിതാര എസ്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി തന്നെയാണ് അഗ്നി. കാരണം ട്രഡീഷണലി ഫോളോ ചെയ്തു പോരുന്ന ഒരു കൺവെൻഷണൽ റൂളിനെ, ഒരു കൺവെൻഷണൽ പാറ്റേണിനെ പൊളിച്ചെഴുതാണ്, അതിനെ ചോദ്യം ചെയ്യാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ സിതാര എസ് ചെയ്യുന്നത്. ഈ സ്റ്റോറിയിലോട്ട് വരാം. സ്റ്റോറിയിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത് ബേസിക്കലി 4 ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 4, 5, 6 ക്യാരക്ടേഴ്സിന് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പ്രിയ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റോറിയിലുള്ള ഈ ഒരു റേപ്പ് വിക്ടിം. ഈ ഒരു സ്റ്റോറി പറയുന്നത് ഒരു റേപ്പിൻ്റെ കഥയാണ്. 3 പേര് ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാണ്. റേപ്പിന് ഇരയാവുന്ന പെൺകുട്ടിയുടെ പേരാണ് പ്രിയയാണ് ഇതിലുള്ള പ്രൊട്ടാഗണിസ്റ്റ് ഹീറോയിൻ. ബാക്കിയുള്ള 3 ആൾക്കാരുടെ പേരെന്ന് പറയുന്നത് ഒന്ന് സഞ്ജീവാണ്. ഈ പ്രിയ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ഈ പ്രിയയുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്ത് റൺ ചെയ്യുന്ന ആളുടെ പേരാണ് സഞ്ജീവ്. മറ്റത് രവി എന്ന് പറയുന്ന ഒരാളാണ്. ഈ രവി ഒരു റിച്ച് ആയിട്ടുള്ള ആളാണ്. ഒരു ദിവസം ബസ്സിൽ പോയ സമയത്ത് പ്രിയയോട് അപമര്യാദയായിട്ട് പെരുമാറിയത് കൊണ്ട് പ്രിയ ഇവരുടെ മുഖത്തടിക്കുന്നുണ്ട്. രവി എന്നുള്ള ആളുടെ മുഖത്തടിക്കുന്നുണ്ട്. രവി റിച്ച് ആയിട്ടുള്ള ആളൊക്കെയാണ്. അപ്പോൾ രവിയാണ് രണ്ടാമത്തെ ക്യാരക്ടർ. പിന്നെ ഒരു പൊടിമീശക്കാരനായിട്ടുള്ളൊരു കുട്ടി എന്ന് പറയുന്നുണ്ട്. ഒരു വലിയൊരു മുതിർന്നൊരു പ്രായം എത്താത്ത സ്ട്രിപ്ലിംഗ് എന്നാണ് നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നത്. സ്ട്രിപ്ലിംഗ്, പൊടിമീശക്കാരനായിട്ടുള്ള ഒരു കുട്ടി. ഈ 3 പേരാണ് റേപ്പ് ചെയ്യുന്ന ആൾക്കാർ. സഞ്ജീവ്, രവി, ഈ സ്പ്രിംഗ്ലിംഗ് ബോയ്, പൊടിമീശക്കാരനായിട്ടുള്ള ഒരു പയ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയുന്നില്ല, ബാക്കി 2 ആൾക്കാരുടെ പേരാണ് പറയുന്നുള്ളത്. അപ്പോൾ സിതാര എസിൻ്റെ ഈ സ്റ്റോറിയിൽ പറയുന്നത് ഒരു ഇടവഴിയിലൂടെ എല്ലാവരും പോകാൻ പഴക്കുന്ന ഒരു ഇടവഴിയാണ്, ഒരു നാരോ ലൈനാണെന്ന് പറയുന്നുണ്ട്. ആ ഇടവഴിയിലൂടെ തൻ്റെ ജോലി കഴിഞ്ഞ് സൈക്കിളിലാണ് ഇവർ ജോലിയിലോട്ട് വരിക. പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പകൽ തന്നെ എല്ലാവരും പോകാൻ പഴക്കുന്ന ഒരു ഇടവഴിയാണ് ആ റോഡ്. അതിൽ സന്ധ്യാസമയത്താണ് നമ്മുടെ ഈ ഒരു പെൺകുട്ടി അതിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ യാത്ര ചെയ്ത് കുറച്ചങ്ങോട്ട് എത്തിയ സമയത്ത് 3 പേര് അവിടെ റോട്ടിലിങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കണ്ടത് സഞ്ജീവിനെയാണ്. എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ടെലിഫോൺ ബൂത്ത് നടത്തുന്ന ആളാണല്ലോ സഞ്ജീവിനെയാണ് ആദ്യമായിട്ട് പ്രിയ കാണുന്നത്. പിന്നീട് നോക്കിയ സമയത്ത് രവിയുണ്ട്, പിന്നെ മീശയൊന്നും മുളക്കാത്ത ഒരു പയ്യനും ഇവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പ്രിയ ആകെ പേടിച്ചു പോവുകയാണ്. പെട്ടെന്ന് തന്നെ സഞ്ജീവ് എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ സൈക്കിളിൽ നിന്ന് നമ്മുടെ പ്രിയയെ എടുത്തു കൊണ്ടുപോയി അടുത്തുള്ള ഒരു കാട് പോലെയുള്ള ഒരു പുൽത്തകിടി പോലെയുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയി കിടത്തുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോറി കംപ്ലീറ്റ്ലി പറയുന്നത് ഒരു റേപ്പ് വിക്ടിമിൻ്റെ കഥയാണ്. സാധാരണ റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട്, സമൂഹത്തിൽ പുറത്തിറങ്ങാൻ ഭയക്കുന്ന രീതിയിലോട്ട് ഒരു വിക്ടിമായിട്ട് വീട്ടിൽ അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇത് അതിനെല്ലാം മാറിയിട്ടുള്ളൊരു കഥയാണ് ഈ സ്റ്റോറി പറയുന്നത്. അതുകൊണ്ടാണ് ട്രഡീഷണലിയുള്ള കാര്യങ്ങളൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു സ്റ്റോറിയാണെന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഈ ഒരു റേപ്പ് നടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പ്രിയയെ റേപ്പ് ചെയ്യുന്നത് സഞ്ജീവാണ്. സഞ്ജീവ് റേപ്പ് ചെയ്തതിന് ശേഷം, സഞ്ജീവിൻ്റെ ആ ഒരു ഊഴം കഴിഞ്ഞതിന് ശേഷം രവി റേപ്പ് ചെയ്യുന്നു. അവസാനമായിട്ട് ആ ഒരു ബോയും റേപ്പ് ചെയ്യുന്നു. അപ്പോൾ രവി റേപ്പ് ചെയ്യുന്ന സമയത്ത് രവി എന്ത് ചെയ്യുന്നുണ്ട്, ബസ്സിൽ വെച്ച് തൻ്റെ മുഖത്തടിച്ചതിന് പ്രതികാരമായിട്ട് കൂടുതൽ സ്ട്രെസ് എടുത്തിട്ടാണ് റേപ്പ് ചെയ്തിട്ടുള്ളത് രവി നമ്മുടെ പ്രിയയെ. അപ്പോൾ ഈ ഒരു റേപ്പിങ്ങിൻ്റെ സീനാണ് ഈ ഒരു സ്റ്റോറിയിൽ ബേസിക്കലി പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സ്റ്റോറിയിൽ പറയുന്നുണ്ട് ഷീ ഈസ് അണ്ടർ മെൻസ്ട്രൽ പീരീഡ്. ഈ ഒരു മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയമായിരുന്നു പ്രിയയ്ക്ക് ആ സമയം. പക്ഷേ അതൊന്നും വകവെക്കാണ്ട് ആ ഒരു മെൻസ്ട്രൽ പേഡ് പോലും അവളുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇവർ റേപ്പ് ചെയ്യാണ്.
അപ്പോൾ പിന്നീട് പിറ്റേ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പ്രിയയുടെ ബോധം പോകുന്നുണ്ട് ഈ റേപ്പ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് പതിയെ പതിയെ പ്രിയയുടെ ബോധം വരുന്ന സമയത്ത് പ്രിയ കാണുന്നത് ഒരു മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പോകുന്ന സൗണ്ടാണ് പ്രിയ കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ പ്രിയക്ക് മനസ്സിലായി എന്നെ റേപ്പ് ചെയ്തിട്ട് അവർ പോയി കളഞ്ഞു. റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടാളെ പ്രിയക്കറിയാം, ഒരാളൊരു പൊടിമീശക്കാരനാണ്. ഇതാണ് സ്റ്റോറിയുടെ ഏറ്റവും ബേസിക് ലൈൻ. അപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്യാണ്, ഇതിന് ശേഷം നമ്മുടെ പ്രിയ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അവിടെ അനിയത്തി, പ്രിയക്കൊരു സഹോദരിയുണ്ട്, ആ സഹോദരി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയയുടെ അമ്മ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എത്തിയിട്ടില്ല. ഈ ഒരു അവസ്ഥയായിരുന്നു പ്രിയ വീട്ടിലെത്തിയപ്പോൾ. വീട്ടിൽ പ്രിയ ആരുടെടുത്തും ഒന്നും പറഞ്ഞതില്ല. സാധാരണ പോലെ വീട്ടിൽ എത്തിയിട്ട് എന്ത് ചെയ്യാണ്, പ്രിയ തൻ്റെ റൂമിൽ കയറി തൻ്റെ ശരീരത്തിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ മാക്സിമം കഴുകിക്കളയാണ്. ഈ റേപ്പ് സീൻ കഴിയുന്ന സമയത്ത് പ്രിയയെ കാണുന്നത് നമ്മൾ ആകെ വിയർത്ത്, ആകെ പേടിച്ചരണ്ട് വിയർത്തിട്ടുള്ള, ആകെ ശരീരത്തിൽ അഴുക്കും ഡ്രസ്സിലൊക്കെ അഴുക്കൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് പ്രിയയെ കാണുന്നത്. അപ്പോൾ പ്രിയ പെട്ടെന്ന് തന്നെ ആരും കാണാണ്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ശരീരത്തിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി തൻ്റെ റൂമിലോട്ട് കയറാണ്. പിറ്റേ ദിവസം നമ്മുടെ പ്രിയ എന്ത് ചെയ്യാണ്, ഓഫീസിലോട്ട് പോവാണ്. നോർമലി ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടാൽ പിറ്റേ ദിവസം അവൾ ജോലിക്ക് പോകുന്നില്ല. ട്രഡീഷണലി നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ നടക്കുന്ന കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. പിറ്റേ ദിവസം തന്നെ നമ്മുടെ പ്രിയ ജോലിക്ക് പോകുകയാണ്, സധൈര്യം ജോലിക്ക് പോകുകയാണ്. അങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് പ്രിയയെ കാത്ത് ആരിയിരിക്കുന്നുണ്ട് വഴിയിൽ. ആ ഓഫീസിനോട് എത്തുന്ന സമയത്ത് പ്രിയയെ കാത്ത് അവിടെ സഞ്ജീവും രവിയും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രിയയോടായിട്ട് അവർ പറയാണ്, ഇന്നലെ നടന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെയും നിൻ്റെ ഫാമിലിയെ ഞങ്ങൾ കൊന്നുകളയുമെന്നുള്ള ഭീഷണി അവിടുന്ന് അവർ മുഴക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട സമയത്ത് പ്രിയ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. പ്രിയ ഇവരുടെ അടുത്ത് പിന്നീട് ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പ്രിയ ഒരു റിവെഞ്ച് എടുക്കുകയാണ് പിന്നീട് മുതൽ ചെയ്യുന്നത്. അതാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ പ്രിയ സഞ്ജീവ് ചോദിക്കുന്നുണ്ട്, ഹൗ ഡിഡ് ഇറ്റ് ഫീൽ യു യെസ്റ്റർഡേ? ഇന്നലെ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ, ഉഷാറായിരുന്നോ എന്നുള്ള ആ ഒരു സെയിം ക്വസ്റ്റ്യനാണ് സഞ്ജീവ് ചോദിക്കുന്നത്. അപ്പോൾ പ്രിയ വളരെ പ്രഹസനത്തോടെ, വളരെ പരിഹാസ്യത്തോടെ സഞ്ജീവിൻ്റെ അടുത്തോട്ട് ഒന്ന് മാറി നിന്നിട്ട് പറയാണ്, നിൻ്റെ ഇന്നലത്തെ പെർഫോമൻസ് തീരെ ഇല്ലായിരുന്നു. നിനക്ക് ഒരു സ്ത്രീയെ നിനക്ക് സെക്ഷലി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവില്ല, നിനക്കതിന് കഴിയില്ല, നിന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പുരുഷനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് പ്രിയ കൊടുക്കുന്നത്. എന്നിട്ട് രവിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, നിങ്ങൾ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ ലൈക്ക് യു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചിട്ട് രവിയുടെ കവിളത്തൊരു തട്ടൊക്കെ തട്ടിയിട്ട് പ്രിയ എന്ത് ചെയ്യണം, ഓഫീസിലോട്ട് കയറി പോവാണ്. ഇത് കാണുന്ന സമയത്ത് ഈ രണ്ടാൾക്കാർ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവരെ ഇന്നലെ റേപ്പ് ചെയ്തതാണ്. സാധാരണ ഒരു റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ഇങ്ങനെയെല്ലാം ഉണ്ടാവാറ്, മെൻ്റലി ഡൗൺ ആയിക്കാരം, ഫിസിക്കലി ഡൗൺ ആയിക്കാരം. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അങ്ങനെ സഞ്ജീവ് ഒരു ടെലിഫോൺ ബൂത്ത് നടത്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിയ അന്ന് ഓഫീസിലോട്ട് പോയി. പിന്നീട് തിരിച്ചു പോകാൻ നേരം സഞ്ജീവിൻ്റെ ടെലിഫോൺ ബൂത്തിലോട്ട് കയറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൾ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങി നോക്കിയ സമയത്ത് രവീനെ കണ്ടു. രവിയോട് ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് എന്ത് ചെയ്യാണ്, പ്രിയ സൈക്കിൾ എടുത്തിട്ട് പോവാണ്. പിറ്റേ ദിവസവും ആ സെയിം റോഡിലൂടെ, ഇടുങ്ങിയ റോഡിലൂടെ തന്നെയാണ് പ്രിയ സൈക്കിൾ ചവിട്ടി പോകുന്നത്. പക്ഷേ ആ സമയത്ത് അവൾക്ക് പേടിയൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു രീതിയിലുള്ള പേടിയും പ്രിയക്ക് ആ സമയത്ത് തോന്നുന്നില്ല. ഈ ഒരു സ്റ്റോറി ഒരു ക്രിട്ടിക്യൂ ഓഫ് സപ്രഷൻ ആൻഡ് കൊമോഡിഫിക്കേഷൻ. ഈ ഒരു കൊമോഡിഫിക്കേഷൻ, കച്ചവടവൽക്കരണം, സ്ത്രീയുടെ ശരീരത്തെ കച്ചവടവൽക്കരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീയെ സപ്രസ് ചെയ്യുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിനോടുള്ളൊരു വിമർശനമായിട്ടാണ് ഈ സ്റ്റോറി നമ്മുടെ സിതാര എസ് എഴുതിയിട്ടുള്ളത്. ഈ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഫയർ ഓഫ് റിവെഞ്ച് ഓഫ് പ്രിയ എന്ന് വേണമെങ്കിൽ പറയപ്പെടാം. ഈ ഫയർ എന്ന് പറയുന്നത് അഗ്നി എന്നുള്ള ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്, വിച്ച് മീൻസ് ഫയർ. ഈ പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മനസ്സിനകത്തുള്ള ആ ഒരു ഫയർ, ആ ഒരു അഗ്നിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. മറ്റേ ഒരു മീനിങ് വരുന്നത്, രണ്ട് രീതിയിലുള്ള മീനിങ്. ഒന്ന് പ്രിയയുടെ മനസ്സിലുള്ള അഗ്നിയാണ് പറയുന്നത്, ആ ഒരു പ്രതികാരം ചെയ്യാനുള്ള ഫയറാണ് പറയുന്നത്. മറ്റേത് സഞ്ജീവിൻ്റെ ഉള്ളിൽ ഒരു തരം ഫയർ രൂപപ്പെടുകയാണ്. സഞ്ജീവിനെ വളരെ അടച്ചാക്ഷേപിച്ചിട്ടാണ് ആര് സംസാരിക്കുന്നത്, നമ്മുടെ പ്രിയ സഞ്ജീവിനെ കണ്ട സമയത്ത് സംസാരിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സഞ്ജീവിൻ്റെ മനസ്സിൽ ഒരു ഗിൽട്ട് തോന്നുകയാണ്, വളരെ മനപ്രയാസം തോന്നുകയാണ്. അത് ഒരു അഗ്നിയായിട്ട്, ഒരു കാട്ടുതീ പോലെ സഞ്ജീവിൻ്റെ മനസ്സിനെ കാർന്ന് തിന്നുന്ന ഒരു കാര്യമായിട്ട് സ്റ്റോറിയിൽ ഓഥർ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു മീനിങ്. അപ്പോൾ ടൈറ്റിലിന് രണ്ട് മീനിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കുക.
പിറ്റേ ദിവസം 2 ദിവസം പ്രിയ ലീവ് എടുക്കുകയാണ്. ഓക്കെ, റേപ്പ് ചെയ്യപ്പെട്ട പിറ്റേ ഡേ ഓഫീസിൽ വന്നു, പക്ഷേ അതിന് 2 ദിവസം ലീവ് എടുക്കുകയാണ്. ഒരു ദിവസം വീട്ടിൽ നോവലൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യാണ് പ്രിയ ചിലവഴിക്കുകയാണ്. ഇതിനിടയ്ക്ക് പലതവണ ഇടയിലിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രവിയെ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രിയ. അപ്പോൾ പ്രിയ രവിയെ കണ്ട സമയത്ത് രവിയോട് നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നീയാണ് എൻ്റെ ഫസ്റ്റ് മാൻ, എൻ്റെ ആദ്യത്തെ പുരുഷൻ നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു പ്രഹസനത്തോട് കളിയാക്കുന്ന പോലെ രവിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ദിവസം പ്രിയ ലീവ് എടുക്കുന്ന സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ട്, അമ്മ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്, അനിയത്തി കോളേജിലോട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പ്രിയ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുകയാണ് പുറത്ത്. അപ്പോൾ പ്രിയ നോക്കുന്ന സമയത്ത് രവിയാണ്. പക്ഷേ രവിക്ക് പ്രിയയോട് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ വീട്ടിലോട്ട് വന്നിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും രവിക്കില്ല. ഒരു ഗിൽട്ടും കുറ്റബോധവും കളിയാക്കലുകളും ആകെപ്പാടെ വല്ലാത്തൊരു ഫീലാണ് രവിയിലുള്ളത്. അപ്പോൾ ഈ രവിയെ നമ്മുടെ പ്രിയ മാടി വിളിക്കുകയാണ്, വീടിനകത്തോട്ട് കയറിക്കോളൂ എന്ന് പറയാണ്, വീട്ടിലിരുത്താണ്. ആ സമയത്ത് രവി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നീ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്താണ് നിനക്ക് ഇഷ്ടമാണോ, നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നോട് ചെയ്തിട്ടും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ് നമ്മുടെ രവി പ്രിയയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രിയ പറയുന്നുണ്ട്, നോ, ഐ ലവ്ഡ് യു, ഐ ജസ്റ്റ് ലവ്ഡ് യു, എനിക്ക് താങ്കളെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പതിയെ മനസ്സിലാക്കുകയാണ് രവിയും പ്രിയയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഈ ഒരു സ്നേഹത്തിൻ്റെ റിവെഞ്ചാണ്, ഈ ഒരു റിവെഞ്ച് ഓഫ് ലവ് ആണ് ആരെടുക്കുന്നത്, പ്രിയ എടുക്കുന്നത്. അങ്ങനെ സ്നേഹത്തിലൂടെയാണ് ഈ പ്രിയ തന്നെ റേപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ആളെടുത്ത് റിവെഞ്ച് എടുക്കുന്നത്. മറ്റേ ആളോട് വാക്കുകളെ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടാണ് റിവെഞ്ച് എടുത്തിട്ടുള്ളത്. മറ്റേ സഞ്ജീവ് എന്ന് പറയുന്ന ആളെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്നെക്കൊണ്ട് ഒരു സ്ത്രീയെയും സെക്ഷലി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തീം ആ രീതിയിൽ വളരെ കളിയാക്കി, വളരെ താഴ്ത്തി കെട്ടി ഇൻഫീരിയർ ആയിട്ട് സംസാരിക്കുകയാണ്. പല ദിവസങ്ങളിലായിട്ട് നമ്മുടെ പ്രിയ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സഞ്ജീവിൻ്റെ ടെലിഫോൺ ബൂത്തിലോട്ട് പോകുന്നുണ്ട്. ഓരോ ദിവസം പോകുന്ന സമയത്തും തന്നെ പല പല ഫ്രണ്ട്സിനാണ് വിളിക്കുന്നത്. ഈ വിളിക്കുന്ന സമയത്തൊക്കെ പ്രിയ എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ജീവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ആ സഞ്ജീവിൻ്റെ മുഖത്ത് കാണുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, പ്രിയയുടെ വാക്കുകളാൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലൂടെ പ്രിയ എന്ത് ചെയ്യാണ്, തൻ്റെ ഒരു വിജയം ആസ്വദിക്കുകയാണ്, തൻ്റെ റിവെഞ്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ടായിട്ട് വരുന്നത്. സോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു സ്റ്റോറിയാണ്, കുറച്ച് ഡിസ്ക്രൈബ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് സ്റ്റോറിയിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഒത്തിരി ലെങ്ത് വരുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. അവസാനം നമുക്ക് കാണാൻ പറ്റുന്നത് രവിയോട് പ്രിയ റിവെഞ്ച് ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് റിവെഞ്ച് ചെയ്യുന്നത്. അങ്ങനെ തന്നെ സ്നേഹിക്കുന്ന ഒരു രീതിയിലോട്ട് രവി വരുന്ന സമയത്ത് പ്രിയയെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ട് രവി വരണം. അങ്ങനെ വരുന്ന സമയത്ത് രവിയോട് റിവെഞ്ച് ചെയ്യണമെന്നാണ് പ്രിയ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ റോഡിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, അതെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ ടെക്സ്റ്റ് ഒന്ന്. ഒരു നാരോ ലൈൻ റോഡാണെന്ന് പറയുന്നുണ്ട്, വളരെ ഇടുങ്ങിയ റോഡിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രവിയുമായിട്ട് പ്രിയ ഉണ്ടായിട്ടുള്ള മുൻ എൻകൗണ്ടർ, ആ ഒരു ബസ്സിൽ വെച്ച് മോശമായി ബിഹേവ് ചെയ്ത സമയത്ത് രവിയെ അടിക്കുന്നുണ്ട് മുഖത്തുകാർ പ്രിയ. ഈ കാര്യങ്ങളും ഓർത്ത് വെക്കുക. പ്രിയ ഒരു ഓഫീസ് ജീവനക്കാരിയാണ്, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് പീഡിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ദിവസം പ്രിയ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് വീടിൻ്റെ അടുത്തായിട്ട് ഒരു പയ്യൻ നിൽക്കുന്നത് കാണാണ്. അപ്പോൾ ആദ്യം മനസ്സിലായില്ല, പിന്നീട് പ്രിയക്ക് മനസ്സിലായി തന്നെ റേപ്പ് ചെയ്ത ആ മൂന്നാമത്തെ ആൾ, തന്നെ റേപ്പ് ചെയ്ത കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്നാമത്തെ ആ പൊടിമീശക്കാരൻ, മീശ പോലും മുളക്കാത്ത ആ പയ്യനായിരുന്നു. ആ പയ്യൻ അവിടെ നിന്നിട്ട് കരയാണ്, താൻ ചെയ്ത കുറ്റം ആലോചിച്ചിട്ട് കുറ്റബോധം കൊണ്ട് കരയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയ എന്ത് ചെയ്യാണ്, അവൻ്റെ തലയിൽ തലോടിയിട്ട് അവിടെ നിന്ന് പോകാൻ പറയാണ്. അങ്ങനെ വളരെ ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു ബിഹേവിയറാണ് പ്രിയ എന്ന് പറയുന്ന വിക്ടിമിൻ്റെ അടുത്ത് നിന്ന് വരുന്നത്. ഇപ്പോൾ ഈ ഒരു കഥ പറയുന്നത് യൂഷ്വലി ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടാൽ അവൾ പോകുന്ന സ്റ്റേജ് ഇങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഡിപ്രഷൻ ബാധിച്ച് വീട്ടിലിരിക്കും, ആത്മഹത്യക്ക് ശ്രമിക്കും, ജീവിതം അവസാനിപ്പിക്കാൻ നോക്കും, സമൂഹത്തിൽ ഇറങ്ങാൻ കഴിയില്ല, ഒരുപാട് പ്രോബ്ലംസാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പ്രിയ എന്ത് ചെയ്യാണ്, എല്ലാം ഫേസ് ചെയ്യാണ്. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാത്തിനെയും ഫേസ് ചെയ്തുകൊണ്ട് പ്രിയ വീണ്ടും 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 മുന്നോട്ട് പോയി തൻ്റെ റിവെഞ്ച് എന്ത് ചെയ്യാണ്, ഈ റേപ്പ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് റിവെഞ്ച് പോലും തീർക്കാണ് പ്രിയ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയുടെ ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സിനെ എല്ലാം ഓർത്തു വെക്കുക. പ്രിയ ഈസ് എ പ്രൊട്ടാഗണിസ്റ്റ്. പ്രിയയെ റേപ്പ് ചെയ്യുന്ന 3 ആൾക്കാർ പറയുന്നുണ്ട്.
ഒന്ന് സഞ്ജീവാണ്, മറ്റേത് രവിയാണ്. മൂന്നാമത്തെ ആളുടെ പേര് പറയുന്നില്ല, സ്ക്രിപ്ലിംഗ് ബോയ് എന്നേ പറയുന്നുള്ളൂ. സ്ക്രിപ്ലിംഗ്, ഒരു പൊടിമീശക്കാരൻ പയ്യൻ, സ്ക്രിപ്ലിംഗ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അവിടെ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിയയുടെ സിസ്റ്ററിനെ കാണിക്കാം, പ്രിയയുടെ അമ്മയെ കാണിക്കാം, പ്രിയയുടെ ഫാദറിനെ, പ്രിയയുടെ വീട്ടിലുള്ള അംഗങ്ങളെ കാണിക്കാം. ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റോറി പ്ലോട്ട് ലൈൻ ഇതിൽ വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ സ്റ്റോറി ഒന്ന് റീഡ് ചെയ്യാം. ഈ ഒരു ബേസിക് സമ്മറി കേൾക്കുക, റീഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ഭാഗത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ പിറകിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക. ചോദ്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ജനറേറ്റ് ആവുകയാണ് മൈൻഡിൽ എന്നുണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് ടു മീ, I can reply. Okay, anyway, see you again. Bye.